നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ വലിയ വിജയം നേടിയതിനു ശേഷം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഇന്ന് തൻ്റെ മണ്ഡലമായിരുന്ന നന്ദിഗ്രാം സന്ദർശിക്കുകയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് സുവേന്ദു അധികാരി നന്ദിഗ്രാമിൽ എത്തുന്നത്. നന്ദിഗ്രാമിൽ അദ്ദേഹത്തിന് രാജകീയ സ്വീകരണമാണ് ലഭിച്ചത്. വലിയ സ്വീകരണം, ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഒരു സ്വീകരണമാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് നന്ദിഗ്രാമിൽ ലഭിച്ചത്. ആ നന്ദിഗ്രാമിൽ ലഭിച്ച സ്വീകരണത്തിന് മറുപടിയായി അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യമാണ് നന്ദിഗ്രാം ജനതയോട് ആവശ്യപ്പെട്ടത്. അതായത്, നിങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫാൾട്ട നിയോജക മണ്ഡലത്തിലെ റീപോളിംഗ് ഫലം കണ്ടുവല്ലോ. 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് BJPക്ക് ഫാൾട്ടയിലെ ജനങ്ങൾ തന്നത്. അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു വിജയവും ഭൂരിപക്ഷവും നമുക്ക് ഈ നന്ദിഗ്രാമിൽ നിന്നും പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യമാണ് അദ്ദേഹം പ്രവർത്തകരോട് ചോദിച്ചത്. അതിന് വളരെ ഉച്ചത്തിൽ തന്നെ പ്രവർത്തകരും അവിടെ കൂടിയിരുന്ന നാട്ടുകാരുമെല്ലാം മറുപടി പറയുന്നത് നമ്മൾ കേട്ടു. അതായത്, നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി രാജിവെച്ചൊഴിയുമ്പോൾ പകരം മത്സരിക്കുന്ന വ്യക്തിക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് ജനങ്ങൾ ഈ നന്ദിഗ്രാം സന്ദർശിച്ച സുവേന്ദു അധികാരിക്ക് നൽകിയത്. അഥവാ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആ ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയായ ദേബാൻഷു പാണ്ഡെക്ക് 1,09,021 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം BJP നന്ദിഗ്രാമിലും ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണത്. അതായത്, നന്ദിഗ്രാം BJPയുടെ സുവേന്ദു അധികാരി മത്സരിച്ച മണ്ഡലമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിന് പുറമെ മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂരിലും സുവേന്ദു അധികാരി മത്സരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഭവാനിപ്പൂരിലും സുവേന്ദു അധികാരി മത്സരിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 2021 സുവേന്ദു അധികാരി BJP സ്ഥാനാർത്ഥിയായി ആദ്യമായി നന്ദിഗ്രാമിൽ മത്സരിക്കാനെത്തുന്നത്. അദ്ദേഹം നേരത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, തൃണമൂൽ കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ MP ആയിരുന്ന വ്യക്തിയാണ്, സർവോപരി മമതാ ബാനർജിയുടെ വലം കൈയായിരുന്ന വ്യക്തിയാണ്. പക്ഷേ മമതാ ബാനർജിയോട് പിന്നീട് സുവേന്ദു അധികാരി ഇടയുന്നു. മമതാ ബാനർജിയുടെ മരുമകനായ അഭിഷേക് ബാനർജി പാർട്ടിയിൽ വലിയ അധികാര കേന്ദ്രമായി മാറിയതോടുകൂടി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പല നേതാക്കന്മാരും പാർട്ടി വിട്ടു. അങ്ങനെയാണ് സുവേന്ദു അധികാരി BJPയിലെത്തുന്നത്. 2021 ഈ നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മത്സരിക്കാനെത്തുകയും ചെയ്തു. എന്നാൽ സുവേന്ദു അധികാരിയുടെ ഉരുക്കുകോട്ടയായ നന്ദിഗ്രാമിൽ താൻ അവിടെ ചെന്ന് സുവേന്ദു അധികാരിയെ പരാജയപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂർ ഉപേക്ഷിച്ച് മമതാ ബാനർജി നന്ദിഗ്രാമിലേക്ക് വന്ന് മത്സരിച്ചു. മമതാ ബാനർജിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സുവേന്ദു അധികാരിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. സുവേന്ദു അധികാരിയെ തനിക്ക് നന്ദിഗ്രാമിൽ പരാജയപ്പെടുത്താൻ കഴിയും, കാരണം താൻ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നൊരു അമിത ആത്മവിശ്വാസം മമതാ ബാനർജിക്കുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മമതാ ബാനർജി, മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. വലിയ വിജയം തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നേടിയപ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി നാണം കെട്ട തോൽവി സുവേന്ദു അധികാരിയോട് ഏറ്റുവാങ്ങി. പിന്നീട് തോറ്റു നിന്ന മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ തോറ്റ മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നീട് ഭവാനിപ്പൂരിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടിയാണ് അവിടെ നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തിയത്. അങ്ങനെ ഒരു നാണം കെട്ട തോൽവിയുടെ അധ്യായം മമതാ ബാനർജിക്ക് രുചിക്കേണ്ടി വന്നത് ഈ സുവേന്ദു അധികാരി കാരണമാണ്. അന്ന് സുവേന്ദു അധികാരിയെ വെല്ലുവിളിക്കാനാണ് മമതാ ബാനർജി നന്ദിഗ്രാമിലെത്തിയത്. അതിന് മറുപടിയായി ഇന്ന് സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ ഉരുക്കുകോട്ടയായ ഭവാനിപ്പൂരിൽ മത്സരിക്കണം എന്ന് BJP തീരുമാനിക്കുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അങ്ങനെ ഒരു നിർദ്ദേശം വച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭവാനിപ്പൂരിൽ സുവേന്ദു അധികാരി മത്സരിക്കാനെത്തുന്നത്. അവിടെയും മമതയ്ക്ക് വമ്പൻ പരാജയമായിരുന്നു. 15,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തുന്നത്. മാത്രമല്ല, നന്ദിഗ്രാമിൽ 9,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെയും സുവേന്ദു അധികാരി വിജയിക്കുകയും ചെയ്തു. 2 മണ്ഡലത്തിൽ വിജയിച്ച സുവേന്ദു അധികാരിക്ക് ഒരു മണ്ഡലം നിലനിർത്തി മറ്റിടത്തു നിന്ന് രാജിവെക്കേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഭവാനിപ്പൂർ നിലനിർത്തുകയും നന്ദിഗ്രാം ഉപേക്ഷിക്കുകയും ചെയ്തു. അവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം വേണമെന്നാണ് ഇന്ന് സുവേന്ദു അധികാരി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നന്ദിഗ്രാം തെരഞ്ഞെടുപ്പ് BJP ഗൗരവമായി തന്നെ കാണുകയാണ്. നന്ദിഗ്രാം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു കാരണവശാലും BJP അല്ലെങ്കിൽ ബംഗാൾ മന്ത്രിസഭയെ ബാധിക്കുന്നതല്ല. എങ്കിൽ പോലും തൻ്റെ അഭിമാന പ്രശ്നമായി അത് കാണുകയാണ്.
ഫാൾട്ടായ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നന്ദിഗ്രാമിലും ഉണ്ടാകണം എന്ന് സുവേന്ദു അധികാരി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരൻ സൗവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. 5 അംഗ സമിതിയെയും ഇപ്പോൾ സുവേന്ദു അധികാരി രൂപീകരിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. നന്ദിഗ്രാമിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും മമതാ ബാനർജിക്ക് ശക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകാനും ജനങ്ങളെല്ലാം BJPയോടൊപ്പമാണ് എന്ന സന്ദേശം നൽകാനുമാണ് സുവേന്ദു അധികാരി ശ്രമിക്കുന്നത്. നന്ദിഗ്രാമിലെ പോരാട്ടം ഒരുപക്ഷെ, അതായത് ഫാൾട്ട നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി ബംഗാളിലെ പോരാട്ടം അവസാനിച്ചുവെന്നാണ് കരുതിയത്. പക്ഷേ ബംഗാളിൽ BJP പോരാട്ടം നിർത്തുന്നില്ല. നന്ദിഗ്രാം അവരുടെ അടുത്ത ലക്ഷ്യമായി മാറുന്നു. നന്ദിഗ്രാം കൂടി വലിയ മാർജിനിൽ പിടിച്ചാൽ മാത്രമേ തനിക്ക് വിശ്രമിക്കാൻ കഴിയൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് സുവേന്ദു അധികാരി.